ഫ്രണ്ട്സ്, പ്രാവിൻകൂട് ഷാപ്പ് മൂവിയുടെ ടീസർ ട്രെയിലറാ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ കാണാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിരുന്നു. ക്രിസ്മസ് നന്ദൻ്റെ ഒക്കെ ആയില്ലേ, പിന്നെ നല്ല ഓട്ടത്തിലായിരുന്നു. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ഷാപ്പ് ഉണ്ട്. തൃശ്ശൂരാണ് ഷൂട്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ല, ഇവിടെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഈ ട്രെയിലർ കാണാൻ ആഗ്രഹിക്കുന്ന ട്രെയിലറാണ്. വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ്. കാരണം വേറെ ഒന്നല്ല, ബേസിൽ സൗബിൻ, ശ്രീരാജ് ശ്രീനിവാസൻ, പിന്നെ ചെമ്പൻ, വലിയ ക്രൂ ഉണ്ട്. ഒരു ഷാപ്പിൽ നടക്കുന്ന കഥ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നമുക്ക് കഥ പറയാം. പ്രാവിൻകൂട് ഷാപ്പ് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. പിന്നെ പോലീസാണല്ലോ. രാത്രി ഷാപ്പ് അടച്ചു കുട്ടി അകത്ത് 11 പേര് കള്ളുപിടിക്കുന്നു. കള്ളൂടി ചിട്ടകളി 2 ഡോറിലൂടെ കഴിഞ്ഞ 4 മണിക്കൂറായി ആരും അകത്തേക്ക് വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ മഴയുള്ളതുകൊണ്ട് കാലിലെ ചെളി കണ്ടേ. മഴ നിങ്ങൾ ചീട്ട് കളിക്കടെ അസാധാരണമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അടിയിൽ ട്രൗസർ ഇട്ടുണ്ടായിരുന്നു. സാധാരണ അയാളുടെ അടിയിലൊന്നും ഉണ്ടാറില്ല. അതല്ലടോ, ആത്മഹത്യൊന്നും ചെയ്യുന്നില്ല. കൊലപാതകവും ഇത്ര സുന്ദരിയായിട്ടുള്ള മെറിന്റെ തന്നെ എങ്ങനെയാ പ്രേമിച്ചേ? പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, പ്രേമത്തിൽ കണ്ണുമൂക്കൊന്നുമില്ല. അവസാനം ഷാപ്പിന്റെ മുതലാളിയെ തന്നെ ഷാപ്പിന്റെ ഒത്ത് നടക്ക് പാരച്ചൂട്ട് ഇറക്കിയെങ്കിൽ നിങ്ങളിൽ ഒരാളായിരിക്കില്ല. അല്ല, എന്തിനിപ്പോ ബാബു പാരച്ചൂട്ടിൽ ഇറങ്ങിയേ? സാറിന്റെ മനസ്സിൽ അലട്ടുന്നൊരു കാര്യമില്ലേ, ആരോടും പറയാത്ത രഹസ്യം. ആളുകളുടെ നടുവിൽ ഇങ്ങനെ ഒരു മേഡർ, അത് സൂസൈഡ് ആക്കി തീർക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേഡർ എനിക്ക് ചെയ്യാൻ പറ്റും, ആർക്കും എന്നെ പിടിക്കാൻ കഴിയില്ല എന്നൊരു നാർസിസിസ്റ്റിന്റെ വെല്ലുവിളിയാണ്. ഒരു ആവേശത്തിന് ശ്രീരാജ് ശ്രീനിവാസൻ. ഇത് മുരിയും സാധനമുണ്ട്. വില്ലനെ മനസ്സിലായ? എനിക്ക് മനസ്സിലായി കേട്ടോ. പടം കാണുമ്പോൾ പറഞ്ഞുതരാം, കണ്ടിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതിയെന്ന്. നൈസ് ട്രെയിലർ. പിന്നെ ഒരു ബാക്കപ്പ് ടീം, അൻവർ റഷീദ്, ഖാലിദ് റഹ്മാൻ, അഭിനയിച്ച കാസ്റ്റിങ് ഒക്കെ കിടുവാണ്. പടം വളരെ പ്രതീക്ഷയുള്ള പടമാണ്. പിന്നെ ടീം എല്ലാവരും നൈസാ. അപ്പം എന്തായാലും നമുക്ക് പടം തിയേറ്ററിൽ കണ്ടിട്ട് പറയാം. ഒരു കോമഡി, കുറച്ച് കോമഡി, അത്യാവശ്യം വയലൻസ്, ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഉണ്ട്. എന്തായാലും കട്ട വെയിറ്റിംഗ്. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.